എടുത്തി ഇതൊന്നും കണ്ട് പിന്മാറരുത്. ആ സ്ത്രീ ഏട്ടന്റെ മനസ്സിലേക്ക് നിറച്ചിരിക്കുന്ന അപവാദങ്ങൾ അഴുക്കുകളും അത്രയേറെയുണ്ട്. അതാ പ്രതാപേട്ടനെ പോലെ ഇത്ര വലിയൊരു മനുഷ്യൻ ഇത്ര നീചമായി പെരുമാറിയത്. എന്നാലും അത് സഹിക്കാൻ പറ്റുന്നില്ല യാമിനി. പത്മേടത്തി ഇക്കാലം അത്രയും അനുഭവിച്ചതിനേക്കാൾ വലുതൊന്നുമല്ലല്ലോ ഇത്. എന്നാലും ഞാൻ ഇത്രയേറെ സ്നേഹിച്ചൊരു മനുഷ്യനെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമ്പോ ഏട്ടത്തി സ്നേഹിച്ച് ആ മനുഷ്യനല്ലല്ലോ ഇതൊന്നും പറയുന്നത്. അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കുമിനി കൂടിയിരിക്കുന്ന വിഷമല്ലേ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. പോവാൻ പറ. യാമിനി, ഞാനങ്ങ് പോയേക്കാം. ഞാൻ അങ്ങനെ വിചാരിക്ക. ഋതുമോളെ ഈ തീച്ചോളിയിലേക്ക് എറിഞ്ഞിട്ടോ? ഏട്ടത്തി എന്തൊക്കെയായി പറയുന്നേ? ഏട്ടത്തി എവിടുന്ന് എങ്ങനെങ്കിലും പുറത്തു ചാടിക്കാൻ ആ അംബിക പല അഭ്യാസവും പയറ്റും. അതിന്റെ ചില ഭാഗങ്ങളാ അല്പം മുമ്പ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കേ വേണ്ട. ഏട്ടത്തി ഇവിടുന്ന് പോവരുത്. അത് മാത്രല്ല, പത്മേടത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതുപോലെ ആ അംബിക പ്രതാപേട്ടനെയും ഇല്ലാതാക്കാനുള്ള പുറപ്പാടാ. ഇത് തിരിച്ചറിയണം. പ്രതാപേട്ടനോട് സ്നേഹമുണ്ടെങ്കിൽ പത്മേടത്തി പോവരുത്. ഏട്ടനെ രക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നേ പറ്റൂ. ഇത് വലിയ ശല്യമായി പോയല്ലോ അമ്മേ. ഇവരെ എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് പുറത്താക്കണല്ലോ. ഞാനും അത് തന്നെ ആലോചിക്കുന്നേടാ. എങ്ങനെയെങ്കിലും അവളെയും അവളുടെ മോളെയും ഇവിടെ ഒന്ന് കളഞ്ഞേ പറ്റൂ. ഈ വല്യമ്മ എന്ന് പറഞ്ഞൊരു കോന്തച്ചാര് എങ്ങനെയെങ്കിലും സ്റ്റഡിയായിട്ട് നിന്നാ മതിയായിരുന്നു. എങ്കിൽ നമുക്കവളെ പുല്ല് പോലെ പുറത്താക്കായിരുന്നു. അവൻ സ്റ്റഡിയാവാത്തതേ ഇതിനകത്തൊരു നിയമപ്രശ്നമുണ്ട്. എന്ത് നിയമപ്രശ്നം? എടാ, ഇവിടുത്തെ സ്വത്ത് മുഴുവൻ സൂര്യമംഗലത്തെയാ. മുൻ ആധാരങ്ങളിലൊക്കെയും പത്മയ്ക്കും ഋതികയ്ക്കും തുല്യ അവകാശമുണ്ട്. അപ്പോ അമ്മയ്ക്കിതിൽ അവകാശമൊന്നുമില്ലേ? എന്തവകാശം? അവകാശം ഉണ്ടാക്കാനല്ലേ ഋതിക പ്രതാപന്റെ മകളല്ലെന്നും പത്മ അവിഹിതക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അടിച്ച് പുറത്താക്കിയത്. എവിടെ പോയാലുവേ ആധാരത്തിലുള്ള അവകാശം ഇല്ലാതാവില്ലല്ലോ. അതുമാത്രമല്ല, സെൽഫ് ഗോൾ അടിച്ച അവസ്ഥയിലുമായി. പത്മ പോയതിന്റെ ഇരട്ടി ശക്തിയിൽ തിരിച്ചു വന്നില്ലേ? അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറക്കിയാലേ നമുക്ക് രക്ഷയുള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. നീ ആരുടെ എന്ത് തനിനിറോടി കണ്ടുപിടിച്ച്? ഭർത്താവിനെ അടിച്ചോടിച്ച് ശാപം പോലെ ഞങ്ങളുടെ കൂടെ കൂടിയപ്പോ അന്ന് നിന്നെ ഇറക്കി വിടാത്തത് ഞാൻ ചെയ്ത തെറ്റ്. ഒരു കൊച്ചുമായി നീ എവിടെ പോയി ജീവിക്കുമെന്ന് ഞാൻ കരുതി. മതിയടി പ്രസംഗിച്ചത്. നിന്നെ പോലെ സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരല്ല ഞങ്ങളാരും. അതുകൊണ്ടാ ക്ഷമിക്കാൻ ശീലിച്ചത്. ക്ഷമ കാണിക്കുന്നത് ഞങ്ങളുടെ ദൗർബല്യമായിട്ട് നീ കാണരുത്. എന്റെ അച്ഛൻ നിങ്ങളെ അന്ധമായിട്ട് സ്നേഹിക്കുന്നു. അതാ നിങ്ങളുടെ ആയുധം. ആ ആയുധം കൊണ്ട് ഇവള് പോര് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ആ ആയുധം വെച്ചാണ് ഇവള് കള്ളക്കഥയുണ്ടാക്കി എന്നെയും പ്രതാപേട്ടനെ തമ്മിൽ അകറ്റിയത്. എന്റെ ആംഗ്ലയുടെ ഭാര്യയും മകളുമായിട്ട് നീയൊക്കെ ജീവിക്കൂന്ന് കരുതണ്ടടി. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്നാ നിങ്ങളുടെ ആങ്ങളെയും വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോ. ഇവിടെ ജീവിക്കാന്ന് വിചാരിക്കണ്ട. ഇത് ഞങ്ങളുടെ വീടാ. എന്റെ അപ്പൂപ്പന്റെ സമ്പാദ്യം. കണ്ടവരുടെ വീട്ടിൽ വന്ന് കിടന്ന് അവരുടെ എച്ചില് കഴിക്കാൻ നിങ്ങൾക്ക് മകനും നാണമില്ലേ? എന്റെ അമ്മ കൂടെ ഒന്ന് വന്നോട്ടെ. നിന്നെ ജീവനോടെ കുഴിച്ചു മൂടും. അതിനു മുൻപേ പ്രതാപനെ ഞാനൊരു കടവിൽ അടുപ്പിച്ചിരിക്കും. പ്രതാപനെ കടവിലടുപ്പിക്കാൻ പ്രതാപൻ എന്താ കച്ചവടക്കാരനോ? ഒന്ന് പോടി നിന്ന് ചിലക്കാതെ. നീയേ മകളെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പരക്കം പായുന്നതേ ഞാൻ കാണിച്ചു തരാം. പ്രതാപനും സംയുക്തയും തമ്മിലുള്ള കല്യാണം ഈ അംബികാവർമ്മ നടത്തിയിരിക്കും. നിങ്ങള് കല്യാണ ബ്രോക്കറുമായോ? അമ്മേ, ഇവര് ബ്രോക്കർ ജോലിയും തുടങ്ങിയിരുന്നു. ഇനി ഇവൾക്കും മകനും അതൊക്കെ ഇല്ലാതെ മറ്റു മാർഗവും ഇല്ല. ആ തൊഴിൽ അന്തസ്സായിട്ട് ചെയ്യുന്നവരുണ്ട്. അവരെ നീ നാറ്റിക്കരുത്.
മുറിന്നിറങ്ങി പൊടി നാശം പിടിച്ചവളെ. അംബികയ്ക്ക് എന്തോ ദുരുദ്ദേശമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. മോനെ പ്രതാപ, ഞാനൊരു കാര്യം പറയാനാ വന്നത്. നീ അത് സീരിയസ് ആയിട്ട് എടുക്കണം. എന്താ ചേച്ചി? ഒത്തിരി ആലോചിച്ചിട്ടാ ഞാൻ ഈ കാര്യം നിന്റെ മുന്നിൽ വന്ന് പറയുന്നേ. ചേച്ചി പറയേ. പത്മയെ പുഷ്പം പോലെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റും. അതോടെ നിന്റെ ജീവിതത്തില് അതൊരു സമാധാനം ആവുകയും ചെയ്യും. അതൊരു അഭിമാന പ്രശ്നമായിട്ടൊന്നും നീ കരുതേ വേണ്ട. ചേച്ചി ഇപ്പോഴും കാര്യം എന്താന്ന് പറഞ്ഞില്ല. നീയേ സിസ്റ്റർ പവിത്രയെ വിവാഹം കഴിക്കണം. അമ്പടാ, കൊള്ളാലോ. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ സിസ്റ്റർ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അവരെനിക്ക് എന്റെ പെങ്ങളെ പോലെയാ. പിന്നെ പെങ്ങള്, ലോകത്തുള്ള ആണുങ്ങൾക്കെല്ലാം പെണ്ണുങ്ങള് പെങ്ങന്മാരായ കഴിഞ്ഞു. അവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല ചേച്ചി. എന്നാലേ അവള് നിന്നെ കാണുന്നത് അങ്ങനെയല്ല. എങ്ങനെ? അവൾക്ക് നിന്നിലൊരു പ്രതീക്ഷയുണ്ട്. നിന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. എന്നാ അവരെ പറഞ്ഞ് തിരുത്തണല്ലോ ചേച്ചി. തിരുത്തുവൊന്നും വേണ്ട. നീയേ പവിത്ര അങ്ങ് കല്യാണം കഴിക്കും.